Assalamu alaikum. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചിക്കൻ ചില്ലി 65 റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. കുറച്ച് ക്രിസ്പിയും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. സോ ഈ ചിക്കൻ ചില്ലി 65 എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും അവസാനമായിട്ട് 1 ടീസ്പൂൺ ഓയിൽ. ഇത്ര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. അധികം സ്പൈസ് ഇപ്പോൾ ആഡ് ചെയ്യണ്ട. നമ്മൾ ലാസ്റ്റ് മസാല ചേർക്കുമ്പോൾ കുറച്ചുകൂടി എരിവ് കിട്ടും. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൺലെസ് ചിക്കൻ, ബോണുള്ള ചിക്കനും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു മിനിമം 30 മിനിറ്റ് എങ്കിലും നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറിച്ചിടാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് ആ സൈഡും കൂടി ഫ്രൈ ആയി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു കളർ വേണം. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് 1 കപ്പ് ക്രഷ് ചെയ്തിരിക്കുന്ന റെഡ് ചില്ലീസ് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ആഡ് ചെയ്യരുത്, കരിഞ്ഞു പോവും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകണ്ട. ഇച്ചിരി ഡാർക്ക് റെഡ് കളർ ആകുമ്പോഴേക്കും നമുക്കിതിനെ മാറ്റാം. ഇതിനൊന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. എണ്ണയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ സീഡ്സ് ഒക്കെ നമുക്ക് താഴെ കിടക്കുന്ന കാണാം. അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. ഇതുപോലെ ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കൂടി പോകരുത്. ഇനി ചിക്കനിലേക്ക് ഈ ഗ്രേവി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ റെഡ് ചില്ലീസ് കൂട്ടി ചിക്കൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ചില്ലി 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലാതെയും നമുക്കിത് ഫ്രൈ ആയിട്ടും വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.